നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. വെരി ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു പരിപാടി? ഞങ്ങളൊരു മൂവി കാണുമായിരുന്നു ഫാദർ. ഞാൻ വിചാരിച്ചു അകത്തൊരു യുദ്ധം നടക്കുകയാണെന്ന്. അത് വെറും സിനിമയല്ലേ ഫാദർ? സിനിമയിൽ മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗത്തും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. യുദ്ധം ഉണ്ടായാൽ എത്ര ആളുകളാ മരിക്കുന്നത്? എന്തിനാ ആളുകൾ ഇങ്ങനെ കൊന്നുകൂട്ടുന്നത്? മനുഷ്യന്റെ സ്വാർത്ഥതയാണ് സമാധാനത്തിന്റെ ശത്രു. ദൈവം സമാധാനമാണെങ്കിൽ യുദ്ധം സാത്താനാണ്. അപ്പൊ യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞാൽ സാത്താൻ ജയിച്ചു എന്നാണോ അർത്ഥം? യുദ്ധം ജയിച്ചു എന്നല്ലേ പറയുന്നത്, മനുഷ്യൻ ജയിച്ചു എന്നല്ലല്ലോ. ജയിച്ചാലും തോറ്റാലും ദൈവത്തിന്റെ മുൻപിൽ കുറ്റക്കാരനാകുന്ന തിന്മയാണ് യുദ്ധം. എന്നാൽ ദൈവത്തിന് പ്രീതികരമായ യുദ്ധങ്ങളും ഉണ്ട് കേട്ടോ. അതെന്ത് യുദ്ധമാണ് ഫാദർ? ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഓരോ യുദ്ധം നടക്കുന്നുണ്ട്. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ മനുഷ്യൻ തിന്മയെ തോൽപ്പിക്കുമ്പോൾ ദൈവം സന്തോഷിക്കും. നമ്മൾ തിന്മയെ എപ്പോഴും തോൽപ്പിച്ചാൽ നമ്മുടെ ജീവിതവും സന്തോഷമുള്ളതാകും, അല്ലേ ഫാദർ? തീർച്ചയായും. മനുഷ്യനും ദൈവവും ഒരുപോലെ സന്തോഷിക്കുന്നത് തിന്മയെ മനുഷ്യൻ തോൽപ്പിക്കുമ്പോൾ മാത്രമാണ്. അതിനേക്കാൾ മഹത്തരമായൊരു ദൗത്യമില്ല. നിനക്ക് ഭയങ്കര തലക്കനമാണല്ലോടാ. ഇല്ല ചേട്ടാ, എന്റെ തല വലുതായതുകൊണ്ട് കനം കൂടിയതാ. കട്ടറും ബാനയെ കൊന്ന കഥ നീ കേട്ടിട്ടുണ്ടോടാ? കേട്ടിട്ടുണ്ട് ചേട്ടായി. എങ്ങനെയാടാ കൊന്നത് പറ.
അത് തുമ്പിക്കൈയുടെ ഉള്ളിലൂടെ കേറിയിട്ട് കടിച്ചു കൊന്നു. മിടുക്കൻ. ആ കട്ടറുമ്പിന്റെ പേരക്കുട്ടിയാ ഞാൻ. എന്നോട് കളിച്ചാലുണ്ടല്ലോ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഈശ്വര, എന്തിനീ ക്രൂരത? ഒരരിമണി ചോദിച്ചാ നീ തരില്ല അല്ലടാ. എന്റെ കയ്യിൽ എവിടുന്നാ ചേട്ടാ അരിമണി? എടാ മണ്ട, ആ കിട്ടും പെറ്റിയൊക്കെ നിന്റെ ഫ്രണ്ട്സ് അല്ലേ? അവരോട് ചോദിച്ചാ തരില്ലേ നീ? ഞാൻ അവരോട് ചോദിക്കാം. ഗുഡ് ബോയ്. അതെ, ഞാൻ എന്റെ കൊട്ടാരത്തിലുണ്ടാവും. അരിമണികളൊക്കെ അവിടെ എത്തിച്ചിരിക്കണം. ചേട്ടായിയുടെ കൊട്ടാരം എവിടെയാ? അതെ, പുലിമടയുടെ അടുത്ത് ഒരു കാട്ടുപോത്തിന്റെ പല്ല് കിടപ്പുണ്ട്. അതിന്റെ ഉള്ളിലാണ് എന്റെ താമസം. ഗോപുരം. മനസ്സിലായി മോനെ. എടാ തടയാ, നീ എന്നെ പരിഹസിക്കുന്നോടാ. ഞാനെന്ന് കടിച്ചു കൊല്ലടാ. അയ്യോ, രക്ഷിക്കണേ, കട്ടറുമ്പിനെ കൊല്ലാൻ വരുന്നു. നീ എന്താണ് തമ്പു പേടിച്ചോടുന്നത്? ഒരു കട്ടറുമ്പിനെ കൊല്ലാൻ വരുന്നു. കട്ടറുമ്പോ എവിടെ? നീ തമ്പൂനെ കടിക്കല്ലടാ. എന്റെ ചിമ്പുവേട്ടാ, അയ്യോ ഞാനേ ഒരു തമാശ പറഞ്ഞതാ. ഭയങ്കര തമാശക്കാരനാ ഞാൻ. ഇനി നിന്റെ തമാശയൊന്നും തമ്പൂരെടുത്ത് വേണ്ട, മനസ്സിലായോ? കേട്ടു. എന്നാ തിരിഞ്ഞു നോക്കാതെ ഓടറാ. തിരിഞ്ഞു നോക്കാതെ ഓടാൻ. അയ്യോ, ഞാൻ എപ്പോ ഓടിയെന്ന് ചോദിച്ചാ മതി. ഭയങ്കര ഓട്ടക്കാരനാ. ഓടട്ടെ. ചിമ്പനെ ഞാൻ സമ്മതിച്ചു. എന്താ ഒരു ധൈര്യം! ഓ, നീ ഈ കാട്ടിലെ ആനകൾക്കെല്ലാം അപമാനമാണല്ലോടാ പേടിത്തൊണ്ടാ. ചിമ്പൻ അങ്ങനെയൊക്കെ പറയാം. ആ ഉറുമ്പേട്ടൻ എന്നെ കട്ടിച്ചു കൊന്നാലോ? എറുമ്പാറ്റനോ? എടോ, നിന്നെ കുത്താൻ വരുന്ന കൊതുകിന്റെ വലുപ്പം ഉണ്ടോടാ അവന്. എറുമ്പാറ്റൻ. കൊതുകോ? എവിടെ? നിനക്ക് കൊതുകിനെയും പേടിയാണോ? അതെ ചിമ്പ, കൊതുകിന്റെ കൊമ്പ് കണ്ടാൽ എന്റെ മുട്ടുകാല് കൂട്ടിയിടിക്കും. നിനക്ക് പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? പറ. ഉണ്ടല്ലോ. ആരെയാ? എനിക്ക് എന്നെ പേടിയില്ല. അതെന്താ നിനക്ക് നിന്നെ പേടിയില്ലാത്തത്? ഞാനൊരു പാവാ. ഞാൻ എന്നെ ഒന്നും ചെയ്യില്ല. അതാ എനിക്ക് എന്നെ പേടിയില്ലാത്തത്. നിന്നെ കൊണ്ട് ഞാൻ തോറ്റ്. എടാ തമ്പു, നീ നന്നാവില്ല. ഇനി നന്നാവാനോ? എന്തിന്? തന്നെ തടി കൂടുതലാണ്. അതെ, ഞാൻ നിന്നോട് സംസാരിക്കുന്നില്ല. എനിക്ക് മടുത്തു, വയ്യ. ചിമ്പൻ എന്നോട് പിണങ്ങി. എന്നോട് കൂട്ടുകൂടില്ലെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഒന്ന് നിർത്തണോ പ്ലീസ്? കാല് പിടിക്കാം. ആന കരയുന്നത് കണ്ടാലേ ഭയങ്കര ബോറാണ്. ഉണ്ണീശോ ആനകൾക്ക് കണ്ണീര് തന്നിരിക്കുന്നത് കരയാനാ, അല്ലാതെ മുഖം കഴുകാനല്ല. ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്ന് അറിയാമോ? നീ എന്തിനാണ് ചിമ്പ എന്നെ അന്വേഷിച്ചത്? എടാ, നമ്മുടെ തമ്പുരാൻകുന്നിന്റെ അടുത്ത് കാടിന് തീപിടിച്ചു. എന്നിട്ട് ആരൊക്കെ ആ കാട്ടു തീയിൽ അകപ്പെട്ടെന്ന് അറിയില്ല. നീ നോക്കിയില്ലേ? അതെ, തീ ആളിപ്പടരുന്നത് കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയടാ. അതെ, നീ വന്നേ, നമുക്കൊന്ന് പോയി നോക്കാം. നിനക്കെന്താടോ തക്കടു ഇന്ന് കാട് കാണാൻ പോകണമെന്ന് ആശ? ഞാൻ ഇന്നലെ ചിമ്പനെ സ്വപ്നം കണ്ടുടാ. എന്തായിരുന്നു സ്വപ്നം? ചിമ്പൻ കരഞ്ഞുകൊണ്ട് പറയാ, എടാ തക്കടു, നീ എന്നെ എന്താടാ കാണാൻ വരാത്തത്? എന്നോട് പിണക്കമാണോടാ? ഹോ, ഞാൻ കരഞ്ഞുപോയി. നിന്നെയല്ലേ വിളിച്ചത്? പിന്നെ ഞങ്ങൾ എന്തിനാ വരുന്നേ? നിങ്ങളെ വിളിക്കണമെന്ന് പറയാൻ എന്റെ മമ്മി സമ്മതിച്ചില്ലല്ലോ. മമ്മി സമ്മതിച്ചില്ലെന്നോ? അതേടാ, ചിമ്പൻ നിങ്ങളുടെ കാര്യം പറയുന്നതിന് മുമ്പ് മമ്മി എന്റെ തലക്കിട്ടിട്ടൊരു ഒറ്റ കൊട്ട്, എഴുന്നേക്കടാന്ന് പറഞ്ഞ്. എന്തോ തക്കട് പുളുവടിക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയം. എനിക്കും സംശയമുണ്ട്. നമുക്ക് ചിമ്പനോട് ചോദിക്കാം. അയ്യേ, നീ ഇത്ര മണ്ടനായി പോയല്ലോടാ. ഞാൻ സ്വപ്നം കണ്ടതല്ലേ. ഓ, അത് ശരിയാണല്ലോ. എടാ തക്കടു, സ്വപ്നമൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ. നീ സത്യം പറ, നിനക്കിന്ന് കാട്ടി പോണെന്ന് തോന്നാൻ എന്താ കാരണം? ഞാൻ പറഞ്ഞാ നിങ്ങള് തിരിച്ചു പോവോ? ഇല്ലെന്നേ, നീ പറ. 2 കുറ്റി പുട്ടും 4 ഏത്തപ്പഴം പുഴുങ്ങിയതും വയറ്റിലുണ്ട്. അതിനെന്തിനാടാ കാട്ടി പോണത്? കാട്ടിലൊക്കെ ഓടിച്ചാടി നടന്ന അതൊക്കെ പെട്ടെന്ന് ദഹിക്കുമല്ലോ. ദഹിച്ച നിനക്ക് വിശക്കില്ലേ? വിശക്കും. അപ്പൊ വിശക്കുമ്പോ എന്ത് ചെയ്യും? മമ്മി മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്.
എടാ കൊതിയാ, നിന്റെ മനസ്സിലിരിപ്പ് ഇപ്പോഴല്ലേ മനസ്സിലായത്? പുട്ടും പഴവും ദഹിച്ചിട്ട് വേണം മട്ടൻ ബിരിയാണി തിന്നാൻ, അല്ലേ? അതേടാ, എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അപാരം, നിന്നെ സമ്മതിച്ചു ബ്രോ. എന്താ സുന്ദരി? നീ വല്ലാതെ പേടിച്ചിട്ടുണ്ടല്ലോ. ആ മന്ത്രിക്കുറുക്കൻ പിന്നെ നിന്നെ ഉപദ്രവിച്ചോ? ഓ, നീ എന്തെങ്കിലും ഒന്ന് പറ സുന്ദരി, എന്താ പറ്റിയത്? കാട്ടുതീ പടർന്നു പിടിച്ചു, പലരും വെന്ത് മരിച്ചിട്ടുണ്ട്. അയ്യോ, വാ കൂട്ടുകാരെ. എപ്പോഴാ തീ പിടിച്ചേ? അറിയില്ല, എല്ലാരും പേടിച്ചോടി. നമ്മുടെ കൂട്ടുകാരാരെങ്കിലും തീയിൽ പെട്ടോ? ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോ കാട് കത്തുന്നുണ്ടായിരുന്നോ? അതുകൊണ്ട് ഉറങ്ങുന്നവരൊക്കെ ചിമ്പ, ചിമ്പ, തമ്പു, റാംബോ. തീ അണയാതെ ആരും തിരിച്ചു വരില്ല. വരുമ്പോ അറിയാം ആരൊക്കെ തീയിൽപ്പെട്ടിട്ടുണ്ടെന്ന്. എന്റെ ഉണ്ണീശോയെ, ആർക്കും ഒന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. മമ്മി, 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 മമ്മി. കുഞ്ഞിക്കിളി, നീ എന്തിനാ കരയുന്നേ? എനിക്കാരുമില്ല, പറക്കാൻ ചെറുകുമില്ല. നിന്റെ മമ്മി എവിടെയാ? മമ്മി എന്നെ രക്ഷപ്പെടുത്തിയതിനു ശേഷം മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി തിരിച്ചു പോയതാ. എന്നിട്ട് അവരെല്ലാം തീയിലകപ്പെട്ടു. ഞാൻ തനിച്ചായി. നിന്റെ ഡാഡിയോ? എനിക്ക് ഡാഡി ഇല്ല. എന്റെ ഡാഡിയെ കാട്ടുപൂച്ച പിടിച്ചു തിന്നു. ഈ കരയണ്ട കേട്ടോ, നിനക്ക് ഞങ്ങളുണ്ട്. എനിക്ക് തന്നേക്കു കിട്ടൂ, ഞാൻ വളർത്തിക്കോളാം. വേണ്ട സുന്ദരി, ഇതിന് പറക്കാൻ പറ്റാത്തോണ്ട് കാട്ടിൽ വളരുന്നത് അപകടമാ. നീ പുറത്തേക്ക് പോകുമ്പം ആ കാട്ടുപൂച്ച പിന്നെ വന്നാലോ? പിന്നെ എന്ത് ചെയ്യാനാ? ഞങ്ങളുടെ വീട്ടിലൊരു തത്തക്കൂടുണ്ട്. ഈ കുഞ്ഞിക്കിളിയെ അതിലാക്കാം. പാലും പഴവും ഒക്കെ കൊടുത്ത് ഞങ്ങൾ ഓമനിച്ച് വളർത്തിക്കോളാം. എനിക്ക് മമ്മിയെ കാണണം. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോയാലോ? എന്തിനാടാ? ഈ കിളിക്കുഞ്ഞിന് കുറച്ച് മട്ടൻ ബിരിയാണി കൊടുക്കാം. എന്റെ അമ്മോ, ഈ തക്കുടൂനെ കൊണ്ട് ഞാൻ തോറ്റു. ഈ കുഞ്ഞിക്കിളിക്കാണോടാ മട്ടൻ ബിരിയാണി കൊടുക്കുന്നേ? നല്ല പോഷകാഹാരം കൊടുത്താൽ പെട്ടെന്ന് വലുതാവുമല്ലോ. എടാ തക്കുടു, നീ ജനിച്ച ഉടനെ നിന്റെ മമ്മി നിനക്ക് മട്ടൻ ബിരിയാണി ആണോടാ തന്നത്? ഓ, അത് ശരിയാണല്ലോ. കുഞ്ഞിക്കിളി, നിന്റെ മമ്മി നിനക്ക് എന്താ തരാറുള്ളത്? അയ്യേ, നൂഡിൽസ് ആയിരിക്കും. കാട്ടിലാണോടി നൂഡിൽസ്? കുഞ്ഞിക്കിളി പറഞ്ഞത് ശരിയാ. ചെറിയ പുഴുക്കളും പ്രാണികളും ഒക്കെയാ കിളികളുടെ ഭക്ഷണം. ഹോ, കിളിയായി ജനിക്കാതിരുന്നത് ഭാഗ്യം. ചിറക് മുളച്ച ഞാൻ പറന്നു പോയി തേൻ കുടിച്ചോളാം. നിനക്ക് തേൻ ഇഷ്ടാണോ? അതെ, മമ്മി എനിക്ക് തേൻ തരാറുണ്ട്. എന്നാ നമുക്ക് എന്നും സ്കൂൾ വിട്ട് വരുമ്പോ കുഞ്ഞിക്കിളിക്ക് പൂക്കൾ പറിച്ച് തേൻ കൊടുക്കാം. ഒരു ബോട്ടിൽ ഹണി എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്, ഞാൻ അതെടുത്തിട്ട് വരാം. അതൊന്നും വേണ്ട തക്കടോ, നമുക്ക് എന്നും പൂക്കൾ ശേഖരിക്കാം. നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാ. കിട്ടു പറഞ്ഞത് ശരിയാ. പപ്പ നമുക്ക് പോക്കറ്റ് മണി തരുന്ന പൈസ ഭിക്ഷക്കാർക്ക് പങ്കുവെച്ചു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന ഒരു ചിരിയുണ്ടല്ലോ, അത് കാണുമ്പോ മനസ്സ് നിറയും. നമ്മുടെ മനസ്സ് നിറയുമ്പം ഉണ്ണീശോന്റെ മനസ്സും നിറയും. ഈ കുഞ്ഞിക്കിളിയെ നമ്മൾ കൂട്ടുകാരിയാക്കിയപ്പോൾ ഉണ്ണീശോയ്ക്ക് സന്തോഷമായിട്ടുണ്ടാവോ? പിന്നല്ലാതെ, ഉണ്ണീശോ സ്വർഗത്തിലിരുന്ന് എല്ലാം കാണുന്നുണ്ട്. ഇപ്പോ നമ്മോടുള്ള ഇഷ്ടം കൂടിയിട്ടുണ്ടാവും. ഈ കുഞ്ഞിക്കിളിയെ ഉണ്ണീശോയ്ക്ക് അത്ര ഇഷ്ടാണോ? എന്താ സംശയം? ഈ ഭൂമിയിലെ ഓരോ ജീവിയും ഉണ്ണീശോയ്ക്ക് പ്രിയപ്പെട്ടതാ. ഉണ്ണീശോയ്ക്ക് പ്രിയപ്പെട്ടതെല്ലാം നമുക്കും പ്രിയപ്പെട്ടതാകുമ്പോൾ നമ്മളും ഉണ്ണീശോയ്ക്ക് പ്രിയപ്പെട്ടവരാകും, അല്ലേ? അതേ കിട്ടു. ഫാദർ പറഞ്ഞ പോലെ ഭൂമിയിലെ മാലാഖമാരാണ് കുട്ടികൾ. ദൈവത്തിൽ നിന്നും സാത്താനിലേക്കുള്ള ദൂരമായിരിക്കണം കുട്ടികളിൽ നിന്ന് തിന്മയിലേക്കുള്ള ദൂരം. കുഞ്ഞിക്കിളി എന്തിനാ കരയുന്നേ? എനിക്ക് വിശക്കുന്നു. അയ്യോടാ പാവം, വേഗം വാ, നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം. നിനക്കറിയാമോ, ഇവിടെയൊക്കെ കാട്ടുമരങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാട്ടുമരങ്ങളിലൊക്കെ കാട്ടുപഴങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം നശിച്ചു. കാട്ടുപള്ളികളിൽ ഊഞ്ഞാലാടി ഞാൻ ആ പഴങ്ങളൊക്കെ പറിച്ചു തിന്നാറുണ്ടായിരുന്നു. എല്ലാം ചാരമായി. എനിക്ക് കാഴ്ച കണ്ടിട്ട് സങ്കടം വരുന്നു ചിമ്പ.
തമ്പുവണ്ണ, ചിമ്പ, നിങ്ങൾ എവിടെയായിരുന്നു? കാട്ടുതീ പടരുന്നത് കണ്ടിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ഞാൻ ആ തമ്പൂനെ വിളിച്ചോണ്ട് വന്നതാ. നിങ്ങൾ പേടിക്കണ്ട, കിട്ടുവും കൂട്ടുകാരും വന്നിരുന്നു. അവരൊരു കുഞ്ഞു കിളിയെ രക്ഷപ്പെടുത്തി. ഇത് ചൂടുകാലല്ലോ, പിന്നെ എങ്ങനെയാ കാടിനെ തീ പിടിച്ചത്? അത് ശരിയാണല്ലോ, തീ എല്ലാം വിഴുങ്ങും. പക്ഷേ പരസഹായമില്ലാതെ അതിനെ കത്തിപ്പിടിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ആരും കിച്ചണിൽ തീ ഉപയോഗിക്കുന്നുമില്ല. ഇത് എന്ത് മറിമായമാ? ഒരു വെടിയുണ്ടാവും വെറുതെ. എന്നാലും ഈ കാട്ടിൽ നിന്ന് ഞാൻ എത്ര കള്ളത്തടികളാണ് കടത്തിയത്. തടിയെല്ലാം വെട്ടിയെടുത്ത് കാടിന് തീയിടുന്ന സൂത്രം ഫലിച്ചു. കാട്ടുതീയിൽ തടികളെല്ലാം കത്തിപ്പോയെന്ന് നമ്മളെ വിഡ്ഢികളായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് കരുതിക്കോളും. ആ, ഓരോ പ്രദേശങ്ങളും വെട്ടി നശിപ്പിക്കാം, എന്നിട്ട് തീയിട്ട് കളിക്കാം. അവസാനം കാട് മുഴുവൻ ചാരമാകും. ആ, അപ്പൊ കാട്ടുമൃഗങ്ങളോ? കുറെ എണ്ണം വെന്തു ചാവും, ബാക്കിയെല്ലാം നാട്ടിലേക്ക് ഇറങ്ങിപ്പോകും. അങ്ങനെ നാട് കാട്ടുമൃഗങ്ങളെ കൊണ്ട് നിറയും. വിശന്ന് വലയുന്ന മൃഗങ്ങളെല്ലാം മനുഷ്യരെ പിടിച്ചങ്ങ് തിന്നും. അത് കാണാനേ നല്ല രസമായിരിക്കും. മനുഷ്യരുടെ രൂപമുള്ളവരെല്ലാം മനുഷ്യരല്ല, മൃഗത്തിന്റെ രൂപമുള്ളവരെല്ലാം മൃഗങ്ങളുമല്ല. മാലാഖ എന്താ അങ്ങനെ പറഞ്ഞത്? രൂപമല്ല, സ്വഭാവമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. വിവേചന ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ പോലും മനുഷ്യരെ അതിശയിപ്പിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ കാണിക്കാറുണ്ട്. അതെ, ഞങ്ങളുടെ സ്വഭാവം സീത്തയാണെന്ന് മനസ്സിലായല്ലോ. പിന്നെ എന്ത് ധൈര്യത്തിലാണ് മാലാഖ ഞങ്ങളോട് സംസാരിക്കുന്നത്? ഈ ധൈര്യം എന്ന് പറയുന്നത് വെറും തോന്നലാണ്. തെറ്റുകൾ ചെയ്യാനുള്ള ചങ്കുറപ്പിന് നിങ്ങളെപ്പോലുള്ളവർ പറയുന്ന പേര്. ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നൽ. ഈ തോന്നൽ ഇല്ലാതാവാൻ ഒരു നിമിഷം മതി. ധൈര്യം പേടിയായി മാറുന്ന നിമിഷം. അയ്യോ, കടുവ കടുവ, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. കൂട്ടുകാരെ, യഥാർത്ഥ ധൈര്യശാലികൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. നന്മ ചെയ്യുന്നവർ, സത്യം മാത്രം പറയുന്നവർ. അതിന്റെ പേരിൽ മരിച്ചാലും അവർക്ക് ദൈവസന്നിധിയിൽ മരണമുണ്ടാവില്ല എന്ന് തിരിച്ചറിവുള്ളവർ. അവർക്ക് മരണത്തെ ഭയമില്ല. അതാണ് യഥാർത്ഥ ധൈര്യശാലികൾ. ആ കാട്ടുകള്ളന്മാരെ കടുവ പിടിച്ചു കാണുമോ? നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? പിടിച്ചോട്ടെ, അവന്മാർക്ക് അത് തന്നെ വേണം. കണ്ണിച്ചോരില്ലാത്ത ദുഷ്ടന്മാര്. ഒന്ന് മാത്രം ഞാൻ പറയാം, നല്ലവരുടെ മുൻപിൽ ആപത്തുകളെല്ലാം വഴിമാറിപ്പോവും. ദൈവം അവർക്ക് കൊടുക്കുന്ന സഹനങ്ങളല്ലാതെ അവരുടെ കാലുകൾ ഒരു കല്ലിൽ പോലും തട്ടുകയില്ല. ദൈവം എന്തിനാ സഹനങ്ങൾ കൊടുക്കുന്നത്? ദൈവം ഏറ്റവും കൂടുതൽ സഹനങ്ങൾ കൊടുത്തത് യേശുവിനാണ്. സ്വർഗത്തിന്റെ അധികാരം കൊടുത്തതും യേശുവിന് തന്നെ. ദൈവം ഭൂമിയിൽ നമുക്ക് തരുന്ന സഹനങ്ങളാണ് സ്വർഗത്തിൽ നമ്മുടെ സ്ഥാനം നിശ്ചയിക്കുന്നത്. മിഖായേൽ, നല്ലവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്ത് ജീവൻ അപഹരിക്കുന്നവരല്ല, ഒരു ജീവനെങ്കിലും വീണ്ടെടുക്കുന്നവരാണ് ഉണ്ണീശോയ്ക്ക് പ്രിയപ്പെട്ടവർ. കുഞ്ഞിക്കിളി, നിന്നെ ഞങ്ങൾ വീണ്ടെടുത്തു. നിനക്ക് ചിറക് മുളച്ചു. ഇനി നിന്നെ ഞങ്ങൾ സ്വതന്ത്രയാക്കുന്നു. പൊയ്ക്കോ, സന്തോഷത്തോടെ പൊയ്ക്കോ.